ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വിഷു ആഘോഷങ്ങളൊക്കെ എവിടം വരെയായി? അപ്പം ഞാനും എന്താ പറയുക, വിഷുവിൻ്റെ ഒക്കെ തിരക്കിലാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫുൾ ക്ലീനിങ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. A to Z ഇന്ന് വേണം ചെയ്യാൻ. ഇന്ന് അമ്മേനെ നമുക്ക് പിക്ക് ചെയ്യാൻ പോകണം. അമ്മ ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു പുന്നാട്. അപ്പോൾ നമുക്കിന്ന് അവിടെ പോയിട്ട് അമ്മേനെ കൂട്ടണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്ന് പിന്നെ എനിക്കും പോകണ്ട, ഏട്ടനും പോകണ്ട, ആർക്കും പോകണ്ടാത്തത് കൊണ്ട് ഞാനൊരു 7 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റിട്ട് കുറേ നേരം എനിക്കൊരു 5 മിനിറ്റ് കുറവായിരിക്കും. കുറേ നേരം ഞാനിങ്ങനെ അവിടെ ഇരിക്കും. സത്യം പറഞ്ഞാൽ എന്താ പറയുക, കല്ലും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചില സമയം കല്ലു എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. ഇന്ന് അവൻ എഴുന്നേറ്റില്ല. അപ്പം അവൻ എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ പണികളൊക്കെ തീർത്താൽ എനിക്ക് അത്രയും ആശ്വാസം. അല്ലെങ്കിൽ അവനെ തട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ഞാൻ. അത് കുഞ്ഞിലേ ഉള്ളൊരു അവൻ്റെ ഹാബിറ്റാണ്. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ അവനെ പാമ്പർ ചെയ്ത് അങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ദോശയാണ്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ ദോശ ഇതുവരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉഴുന്നും ചെറുപയറും പിന്നെ ഓട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ടിട്ടുള്ളൊരു പ്രോട്ടീൻ ദോശ, അതാണ് ഞാനിന്ന് ഉദ്ദേശിച്ചത്. അപ്പം അത് എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോഴേക്കും മമ്മാന്ന് വിളിച്ചുകൊണ്ടൊരു കുട്ടി കരഞ്ഞു. പിന്നെ നേരെ അടുക്കളയിൽ പോയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതന്നെ പരിപാടി. അവനൊന്ന് സെറ്റാവാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും. ഒരു 95% കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കുറേ നേരം വാശി പിടിക്കും. അതിൻ്റെ ഇടയിൽ രാത്രി ബെഡിൽ തന്നെയാണ് ചൂച്ച് പോയതൊക്കെ. അവനിപ്പോഴും ഇടയ്ക്ക് ബെഡിൽ തന്നെയാണ് സൂസ് പോവുക. ചില സമയം പറയും, ചിലപ്പോൾ പറയില്ല. അപ്പം അവൻ്റെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അവൻ്റെ ആ ഒരു മൂഡൊന്ന് അവൻ ചേഞ്ച് ആയാൽ മാത്രമേ എനിക്ക് എൻ്റെ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അവനൊന്ന് സെറ്റാവണം. അപ്പോൾ ദോശ ബാറ്റർ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ പെട്ടെന്ന് അത് റെഡിയാവും. പിന്നെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് അവനെയും കൂട്ടി അടുക്കളയിലോട്ട്. വേറെ വഴിയില്ല. അവനോട് ഞാൻ ഉപ്പിടുവോ പഞ്ചസാര ഇടുമോ എന്നൊക്കെ ചോദിച്ചു. അവന് ഒട്ടും താല്പര്യമില്ല. അവൻ ചില സമയത്ത് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം ഒട്ടും മൂടില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ അവനെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവനൊരു ബുക്കും ക്രയോണും എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, മോൻ നമുക്ക് സൂര്യനെ വരയ്ക്കാം, ചന്ദ്രനെ വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അവന് ഇഷ്ടമാണ് വരയ്ക്കാൻ. എന്താണ് കുത്തി വരയ്ക്കും, എന്തെങ്കിലുമൊക്കെ വരച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊന്നും ഒട്ടും ഈ പെന്നും ക്രയോണൊന്നും പിടിക്കാൻ അറിയില്ലായിരുന്നു. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒക്കെ യൂസ് ചെയ്യായിരുന്നു. ഗ്രാജ്വലി അവൻ അതിനെ സെറ്റാക്കി. അവൻ തന്നെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ അവന് ഒരിക്കലും അത് ലെഫ്റ്റ് അല്ല റൈറ്റ് ആണെന്ന് അങ്ങനെ ഞാൻ പറയാറുണ്ടായിരുന്നില്ല. അവൻ അതാണെങ്കിൽ അത് യൂസ്ഡ് ആവട്ടെ എന്ന് ഓർത്തു. അങ്ങനെ അവൻ അതിൽ നിന്ന് മാറി കേട്ടോ. ഇപ്പം റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കലും ഫുഡ് കഴിക്കലും ഒക്കെ. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ അവനിതൊക്കെ ചെയ്യുമ്പോഴും അവനൊറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല. എപ്പോഴും അടുത്ത് ആരെങ്കിലും വേണം. ആരെങ്കിലും പോരാ, ഞാൻ തന്നെ വേണം. അതാണ്, ആരുണ്ടായാലും കാര്യമില്ല, അവന് ഞാൻ തന്നെ വേണം. സംടൈംസ് അതെനിക്ക് ഭയങ്കര പ്രഷർ കൂടെയാണ് കേട്ടോ. 24/7 ഐ മീൻ നമുക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ സമ്മതിക്കാണ്ട് ഫുൾ ടൈം നമ്മൾ തന്നെ ഇരിക്കേണ്ടി വരുമ്പം എനിക്കത് ഭയങ്കര പ്രഷറായിട്ട് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അടുത്തെല്ലാവരും ഉണ്ടായാലും ആരും വേണ്ട. മേ ബി അവൻ എൻ്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. അത് തന്നെയാണ് റീസൺ. അപ്പോൾ അവന് ഒരു ബുക്കും പെന്നും പേപ്പറും ക്രയോൺസും ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവനിങ്ങനെ കുനിഞ്ഞിരുന്ന് വരയ്ക്കുക. ഒടിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അവൻ്റെ കംഫർട്ട് അങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എൻ്റെ ഒക്കെ ഇപ്പോൾ കൂടെ ഞാനിങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ പറയും, കീർത്തന സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണമെന്ന്. ഞങ്ങളെ പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അച്ഛൻ അങ്ങനെ നോക്കും ഞങ്ങളെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അത് ഞാൻ കല്ലുവിൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അവനിങ്ങനെ ഒടിഞ്ഞു കുത്തിയിരിക്കുമ്പോൾ ഒക്കെ എനിക്കത് ഓർമ്മ വരും. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അച്ഛൻ ഞങ്ങളോട് പറയുന്നതൊക്കെ. അപ്പോൾ അവൻ സൂര്യനെ വരയ്ക്കാണ് കേട്ടോ. ഓ, കോലില്ലേ? അമ്മ ഒരു കോഴീനെ വരച്ചു തരട്ടെ. കോഴീനെ. ആ
കോഴി ഹായ് കോഴി ഇത് പൂവൻ കോഴിയാ കല്ല് പോലെ വരച്ചേ കല്ല് കോഴിനെ വരച്ചേ നോക്കട്ടെ ഇതുപോലെ നോക്കിയിട്ട് ഇവിടെ വരച്ചേ ആദ്യം ഓക്കെ അവനോട് ഞാൻ ഫാന് വരക്കണം, സൂര്യനെ വരക്കണം, ചന്ദ്രനെ വരക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ടാസ്ക് കൊടുത്തിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അവന് വിഷമവും, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും, പിന്നെ എന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അവൻ വിളിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് പോകും. അപ്പോൾ അതെ ടൊമാറ്റോ ചട്നിക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇന്ന് ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പം പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഓർത്തത്. അതിനായിട്ട് വയ്യ. കല്ലുമൊന്നും അങ്ങനെ കഴിക്കൂല. അവന് കുറച്ച് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയ സന്തോഷം. അവനിപ്പോൾ പകലും കഞ്ഞി തന്നെ, രാത്രിയും കഞ്ഞി തന്നെ, അതാണ് അവനിഷ്ടം. പിന്നെ ഞാൻ ക്ലീനിങ്ങിലോട്ട് കടന്നു. അപ്പോൾ അമ്മയുടെ റൂമൊക്കെ ഫുള്ള് എന്താ പറയുക, ഞങ്ങൾ പെട്ടെന്ന് ആ റൂമാണ് ഏറ്റവും അടുത്ത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെയാണ് വെക്കുക. അപ്പോൾ അതൊക്കെ ഫുൾ നീറ്റായിട്ട് എടുത്ത് വെക്കുകയാണ്. ഫുൾ അടിച്ച് വരെ തുടച്ച്. പിന്നെ വിഷുവൊക്കെ അല്ലേ, പിന്നെ ഏട്ടൻ ഞാൻ 2-3 ദിവസം എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഏട്ടൻ ഫുള്ള് ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ കല്ലു ശരത്തേട്ടൻ്റെ കൂടെ ആയതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒന്നാമത് അവന് ടെസ്റ്റൊക്കെ അടിച്ച ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെയുള്ള ലിസ്റ്റും. അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയാൽ ആവശ്യമുള്ള സാധനങ്ങൾ മറക്കും, ആവശ്യമില്ലാത്ത എന്തൊക്കെയൊക്കെയോ വാങ്ങിക്കൂട്ടും. പിന്നെ അതൊക്കെ കൊണ്ട് കളയേണ്ടി വരും. സോ ഞാൻ ലിസ്റ്റ് ആക്കിയിട്ടെല്ലാം വളരെ കുറച്ച് ഞാൻ വാങ്ങിക്കാറുള്ളൂ, കുറേ വാങ്ങിക്കാറില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 11-11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ 12 മണിയാകുമ്പോൾ തന്നെ ലഞ്ച് കഴിക്കാൻ MRIയിലോട്ട് വിട്ടു. അങ്ങനെ അവിടെ നിന്ന് ലഞ്ചും കഴിച്ച് നേരെ അമ്മയുടെ വീട്ടിൽ പോയി. പുന്നാടാണ്. അപ്പോൾ അവിടെ പോയി അപ്പോഴേക്കും കല്ലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഉച്ചമയക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എനിക്കെപ്പോഴും MRIയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ഞാൻ ഫിഷ് ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ കല്ലുവിൻ്റെ ഫേസ് നോക്കി അവിടുന്ന് ഞാൻ ഈ കൈ വാഷ് ചെയ്യാൻ പോയ സമയത്ത് ഇവർ ബില്ലടക്കാൻ പോയില്ല. അപ്പോൾ അതിൻ്റെ കൗണ്ടറിൽ ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ചെറിയ ക്യാൻഡീസ് പോലെയുള്ള ജീരകമുട്ടയൊക്കെ പോലെ സാധനം ഉണ്ടാവുമല്ലോ. അത് എന്താണ് ഇവൻ കഴിച്ചതെന്ന് അറിയില്ല. ഇവൻ പുറത്ത് വന്നപ്പോഴേക്കും ഇവൻ്റെ കൈയും വായൊക്കെ കാണുമ്പോൾ എത്ര വാഷ് ചെയ്തിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്യാരണ്ടീഡ് കളറായിരുന്നു അത്, ഭയങ്കര റെഡിഷ് കളർ. ഞാൻ ഓർത്ത് ബ്ലഡാണ്, എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് കണ്ടപ്പോൾ. എത്ര വാഷ് ചെയ്തിട്ട് പോയില്ല. ഞാൻ പൊതുവെ ഇങ്ങനെ കളേർഡ് ഫുഡ് അവനെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഇടയ്ക്ക് ഈ ജീരകമുട്ടായി, ജംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ കഴിക്കും. എന്ത് ചെയ്യാനാ, നമ്മൾ നല്ലത് പറയുമ്പം ഇവൻ നമ്മളെ കിഡ്സ് ആയിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മേനെയൊക്കെ കൂട്ടി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. അവിടെ ഫുള്ള് തിരക്കായിപ്പോയി. പിന്നെ ഞാൻ തിരിച്ച് അമ്മേനെയൊക്കെ കൂട്ടി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ലോഡ് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കല്ലൂരിന് ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ അവന് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് നേരം അവന് പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനത് ചെയ്യുമായിരുന്നു. ഞാനാണെങ്കിൽ ആ ടൈം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ കുറേ ആയിട്ടൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ചെയ്യില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യണം. പിന്നെ കല്ലൂനെ ഉറക്കി വിഷുവൊക്കെ അല്ലേ, അപ്പോൾ കൃഷ്ണനൊരു മാല കെട്ടിയിടാന്ന് ഓർത്തു. ഇതൊക്കെ തലേ ദിവസം തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ നാളത്തെ സദ്യക്കുള്ള സദ്യ മീൻസ് ഒക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് അമ്മയും അച്ഛമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തി. ഓക്കെ, അങ്ങനെ അവർ വന്ന് പോയി. അപ്പോൾ ഒരു ചെറിയൊരു തുളസിമാലയൊക്കെ കെട്ടി അങ്ങനെ ഇരുന്നു. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കണം. അങ്ങനെയൊക്കെ. അപ്പോൾ നടക്കട്ടെ.